അവൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ പോണതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ബുക്ക് കവർ ചെയ്ത് കൊടുക്കാൻ എനിക്ക് പണ്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ലേബിൾ ഒട്ടിക്കലും നെയിം ചെയ്തലൊക്കെ അവൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഓൾറെഡി ചെയ്തു. അത് കഴിഞ്ഞ് അവൻ എല്ലാത്തിലും പേരും തലേദിവസം എല്ലാം ഒതുക്കി വയ്ക്കുക. ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ കുട്ടിക്ക്. ഭയങ്കര സ്കൂൾ വെക്കേഷന് എനിക്കൊക്കെ വെക്കേഷൻ എത്രയും നീളുന്നു അത്രയും ഇഷ്ടമാണ്. പക്ഷേ ഇവനെങ്ങനെയെങ്കിലും സ്കൂളിൽ പോയാൽ മതിയെന്ന് ആഗ്രഹം. ഇത് ഇവൻ പണ്ട് വരച്ചിട്ടുള്ളൊരു ഫാമിലി ട്രീ ആട്ടോ. പിന്നെ ദേ അവൻ്റെ ഫോട്ടോ. ഇത് അന്ന് കഴിഞ്ഞ വീഡിയോയിലല്ല മാമയുടെയും ഡിവൈൻ്റെയും വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവന് അവർ ഫ്ലെക്സൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇവൻ്റെ സ്റ്റഡി റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതേ കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ ഒരു തപ്പലായിരുന്നു ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ പുലാവ് ഉച്ചയ്ക്ക് കഴിക്കാൻ പുലാവ് ഉണ്ടാക്കി. പിന്നെ സ്നാക്സ് കഴിക്കാൻ ബ്രെഡ് എഗ് സാൻഡ്വിച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് രാവിലെ ലേറ്റായിട്ടാണ്, ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. സാധാരണ അവൻ സൈക്കിളിലാണ് പോവാറ്. അപ്പോൾ ഫുഡൊക്കെ വാരി കൊടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇല്ലാത്തൊരു മഴയായിരുന്നു. ഇന്നലെയും ശരിക്കും പോസ്റ്റ്പോൺ ചെയ്തു. മൺഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു, തുടങ്ങേണ്ടതായിരുന്നു. അത് വെനസ്ഡേ ആക്കിയപ്പോൾ മൺഡേയും ട്യൂസ്ഡേ വെയിലായിരുന്നു. പക്ഷേ അതിനു വേണ്ടി ഇന്ന് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കണ്ണ് കാണണ്ടായിരുന്നില്ല ടൂ വീലറിൽ പോകുമ്പോൾ. അങ്ങനെ ഇങ്ങനെ എത്തുമെന്ന് വിചാരിച്ചു ടൈമിന്. പോരാത്തതിന് ഭയങ്കര ബ്ലോക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് യാത്രയൊക്കെ പറഞ്ഞിറങ്ങണം കേട്ടോ. അപ്പോൾ റെയിൻകോട്ട് ഇടാൻ ഭയങ്കര മടിയാണ്. റെയിൻകോട്ട് ഇടാണ്ട് മാക്സിമം പോകാൻ നോക്കും. പക്ഷേ ഇന്ന് അവൻ തന്നെ ഇട്ടു. കാരണം സാധാരണ ചെറിയ മഴയൊക്കെ ആണെങ്കിൽ അവൻ ഇടാറില്ല. അത്രയും മഴ ആയതുകൊണ്ട് ഇടാണ്ട് നിവൃത്തിയില്ല. ഫുൾ പാൻറ്റും ഇതൊക്കെ നനയുമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങി. എന്നിട്ട് ആദ്യം ഞങ്ങൾ പോണ വഴിക്ക് ഇന്ന് ഈവനിങ്ങിൽ കുർബാന കാണുന്നതുകൊണ്ട് രാവിലെ നമ്മൾ സെൻറ്റ് മാർട്ടിൻ പള്ളി, ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ പോയിട്ട് പ്രാർത്ഥിച്ചു. വെറുതെ കുർബാനയൊന്നും കൂടിയില്ല, ജസ്റ്റ് പ്രാർത്ഥിച്ച് അവിടുന്ന് അച്ഛന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക് വിട്ടു. സ്കൂളിൽ പിന്നെ ഫ്രണ്ട്സിനെ കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു മൊത്തം. കണ്ട റെയിൻകോട്ട് ഇട്ടും കുട പിടിക്കാണ്ട് നിവർത്തിയില്ല, അത്രയും മഴയായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മഴ ഇഷ്ടമില്ല. പക്ഷേ ഇവന് മഴയത്ത് സൈക്കിൾ ഓടിച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ വന്നതാണ്. അങ്ങനെ അവിടെ പോയി. അപ്പോൾ അവരുടെ ഭവൻസിൻ്റെ ആൻഡ്രാണ് കേട്ടോ ഈ കേൾക്കണത്. ഈ നിൽക്കുന്ന അവൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളാട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പോയി ഈവനിങ്ങിൽ കൊണ്ടുവരാൻ വരുമ്പോൾ കുട്ടീനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.